Hi dears, ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പുതിയ ഫാബ്രിക്കിലുള്ള കളക്ഷൻസ് ആണ് കാണാൻ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. എന്നാൽ വളരെ ലോ റേഞ്ചിലുള്ളൊരു കളക്ഷൻ ആണ് ഇതുണ്ടോ. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടോ ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമായിരിക്കും ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പം ഫുൾ ഇങ്ങനെ അൺഫോൾഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കളേഴ്സ് ലൈറ്റ് കളേഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാനില്ലേ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല ലൈറ്റ് ആയിട്ട്, ഒത്തിരി ഡാർക്ക് അല്ല, ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. വർക്ക് കണ്ടോ, അതും ഒരു വെറൈറ്റിയാണ് നമ്മൾ കാണിച്ചതിൽ നിന്നുണ്ട്. ഇത്രയും പോർഷൻസിൽ നല്ല ഹെവി ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കോംബോയും എന്നിട്ട് അതിന് ബോർഡർ ഇട്ടേക്കുന്ന ഫുള്ളും സെൽഫ് കോമ്പിനേഷനിലുമാണ് കണ്ടോ. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, നല്ല കളർ ഷെയ്ഡ്സ് ആണ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷിമ്മർ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗ്ലോസി ഫിനിഷ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ. പ്രൈസ് വന്നിരിക്കുന്നത് 999 പ്രൈസ്. സോ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ്. ഭയങ്കര ആ ഒരു ഗ്ലോസി ഷൈനി ഫിനിഷ് ഉണ്ട്. ചിലപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും കാണത്തില്ല, ബട്ട് ഫുള്ള് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഫുൾ ഭയങ്കര ഒരു റയറായിട്ട്, എന്നാൽ നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫാബ്രിക്. കാണുമ്പോൾ ചിലപ്പോൾ ഓർഗൻസി ഒക്കെ ആയിട്ട് തോന്നും, ബട്ട് ഓർഗൻസിയേക്കാളും കുറച്ചും കൂടെ കട്ടിയുണ്ട് ഈ ഒരു ഫാബ്രിക്കിന്. പിന്നെ അതുകൂടാതെ ഈ ഒരു ഭയങ്കര ആ ഒരു ഷൈനി ലുക്കും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വരിക. ദുപ്പട്ടയും ടോപ്പിൻ്റെ അതേ ഫാബ്രിക്കിൽ തന്നെ ചെറിയ ചെറിയ ആ മൾട്ടി കളർ കോമ്പിനേഷൻസിലുള്ള വർക്കാണ് ഓൾ ഓവർ ചെയ്തേക്കുക. ബോർഡർ സെൽഫ് കളറിൽ തന്നെ സ്കാലപ്ഡ് ആണ്. സെയിം കളറിൽ തന്നെ വരുന്ന സാൻഡോൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും കൂടെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്. വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ ടോണിലാണ് കാണുന്നത്, ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. യോക്കിൽ ഈ പോർഷനിലുള്ള കോമ്പിനേഷൻസ് എല്ലാത്തിലും സെയിം ആണ്. ഗ്രീൻ, മറൂൺ, പീച്ച് റെഡ്, പൗഡർ പീച്ച്, പിന്നെ സെൽഫ് കളർ. ഇത്രയും കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് യോക്കിലെ പാറ്റേൺ. എന്നിട്ട് അതിന് ബോർഡർ ഇട്ടതുണ്ട് സെൽഫ് കളർ. അത് അത്ര ഹൈലൈറ്റഡ് ആയിരിക്കില്ല, ലൈറ്റ് കളറും സെൽഫ് കളേഴ്സും കൂടെ വരുമ്പോഴത്തേനും ഒത്തിരി ഹൈലൈറ്റഡ് അല്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ നല്ലതാണ്. ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. ഇതിന് നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. ദുപ്പട്ട ടോപ്പിന്റെ അതേ ഫാബ്രിക്. വീഡിയോയിൽ ആ ഷൈനിങ് ഒന്നും കാണത്തില്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഷൈനി ലുക്കുള്ള ഒരു ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുക. 999 ആണ് പ്രൈസ്. സോ അടുത്ത ഷെയ്ഡ് ഇതുണ്ട്. കോമ്പിനേഷൻസ് സെയിം ആണ്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഇങ്ങനെ നമ്മളൊരു ഹാറ്റ് പോലത്തെ, ഹാർട്ടല്ല എന്നാലും അങ്ങനെ പോലത്തെയൊക്കെ ഒരു വർക്ക്സ് ഒക്കെയാണ് അതിൽ ചെയ്തേക്കുന്നത്. എല്ലാം ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ്സ്, നല്ല ലെങ്ത് ഉണ്ട് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ഫാബ്രിക് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. ദുപ്പട്ടയിലും ടോപ്പിൽ കൊടുത്തേക്കുന്ന ആ വർക്കിൻ്റെ കോമ്പിനേഷൻസിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് ഓൾ ഓവർ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു കളറ് നമ്മുടെ എപ്പോഴും കാണുന്ന ഡാർക്ക് ആപ്പിൾ ഗ്രീൻ അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കളർ ടോണാണ്. വീഡിയോയിൽ വളരെ പേസ്റ്റലായിട്ടാണ് പോയിരിക്കുന്നത്. അത്രയും പേസ്റ്റലല്ല, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കണ്ട കളേഴ്സിൻ്റെ എല്ലാം നേരിട്ട് കാണുമ്പോൾ നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. അത് ഓവർ കളറല്ല, ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എന്നാൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഈ സെറ്റിൽ വന്നിരിക്കുന്നത്. ഇതും വളരെ ഹെവി ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ ഇല്ല, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് ഈ സെറ്റ്സ് വന്നിരിക്കുന്നത്. പുതിയൊരു ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്ക്. താങ്ക് യു.